എലീശയും ഏലിയാവും നടന്നു പോകുന്നുണ്ട്. ശിഷ്യന്മാർ പറഞ്ഞു, നിൻ്റെ യജമാനനെ ഇന്നെടുക്കും. നിനക്കറിയോ? പക്ഷേ ഏലീശ പറഞ്ഞു എന്തെന്നറിയോ? നിങ്ങളിപ്പോൾ ഇന്ന് ഈ 2026 കാലഘട്ടങ്ങളിൽ 2000 തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു പാസ്റ്ററിന് ഒരു പാസ്റ്റർ കുറ്റം പറഞ്ഞിരിക്കും. ഒരു പാസ്റ്ററിൻ്റെ കുറ്റം കേൾക്കാനോ കുറ്റം പറയാനോ അല്ല നിങ്ങളെയും എന്നെയും സ്തോത്രം ദൈവം വിളിച്ചിരിക്കുന്നത്. ഇപ്പം ശൗലും ദാവീദ് പറഞ്ഞൊരു പദമുണ്ട്, ഒരു അഭിഷിക്തൻ്റെ നേരെ നമ്മൾ വിരൽ ചൂണ്ടാനും പാടില്ല, ഒരു അഭിഷിക്തൻ്റെ നേരെ അത് ദൈവം നോക്കിയോളൂ. ഇന്ന് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രങ്ങൾ അതാണ്. സഭകൾ വളരണമെങ്കിൽ അത് ഒരുമിച്ച് നിന്നേ പറ്റൂ. നല്ല ഫ്രണ്ട്സുകൾ, നല്ല ആത്മാർത്ഥതയുള്ള പാസ്റ്റേഴ്സൊക്കെ അവരിപ്പോൾ ചിതറിച്ച് കളഞ്ഞു സാത്താൻ. ചെറിയ ചെറിയ വാക്കുകളിട്ട്, ചെറിയ ചെറിയ ഈഗോസ് ഇട്ട് പാസ്റ്റേഴ്സിനെ തമ്മിൽ തെറ്റിപ്പിച്ചളഞ്ഞു. ഇന്ന് അത് ഭയങ്കര ദുഃഖമുണ്ട്. ഞങ്ങളെ നോക്ക് എന്നാണ് പത്രോസ് പറഞ്ഞത് യോഹന്നാനെയും കൊണ്ട്. ഞങ്ങളെ നോക്ക്, ഞങ്ങളെ, നിന്നെ, എന്നെ. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പം നമ്മൾ നല്ലവരൊന്നുമല്ല. ദൈവവചനം പഠിച്ചു വന്നപ്പോഴുള്ള ആ സാത്താൻ്റെ തന്ത്രങ്ങൾ ഇന്ന് നല്ല സഭകൾ വളരാൻ അനുവദിക്കാതെ, മുൻകാലങ്ങളിൽ സഭ പോലും ഇല്ലാതിരിക്കുമ്പോൾ സ്തോത്രം ബൈബിൾ കോളേജിൽ ഒരുമിച്ച് നിന്ന് ഒരു പ്ലേറ്റിലുണ്ട് ഒരു മനസ്സോടെ നിന്ന് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അതേ പാസ്റ്റേഴ്സുകൾ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, എല്ലാം ചിതറിപ്പോയി. എന്തുകൊണ്ട്? കാരണം പൗലോസും ശീലാസിനെയും ശ്രദ്ധിക്കുക, ഏലിയാവിനെയും ഏലീശായെയും ശ്രദ്ധിക്കുക. സ്തോത്രം, നിങ്ങൾ നല്ല വണ്ണം ഒന്ന് നോക്കതിനെ തെറ്റിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ തന്ത്രപൂർവം സാത്താൻ നിൻ്റെ പ്രാർത്ഥനയെ തെറ്റിക്കുന്നത് എങ്ങനെയെന്ന് കേട്ടാൽ, നീ അവനൊരു ഭീഷണിയാണെന്ന് അവൻ അറിഞ്ഞാൽ അവൻ ആദ്യം നിൻ്റെ ഫ്രണ്ട്സിനെ കട്ടിയും, അവൻ ആദ്യം നിൻ്റെ കുടുംബത്തെ കട്ടിയും. രണ്ടാമത്തത് മൂന്നാമത്തെ അവസ്ഥയിൽ നീ പ്രാർത്ഥിക്കാനേ അനുവദിക്കില്ല. നിൻ്റെ അകത്ത് കുറ്റബോധങ്ങളും നിൻ്റെ അകത്ത് വൈരാഗ്യങ്ങളും നിൻ്റെ അകത്ത് മുറിവുകളും കൊണ്ടിട്ട് അവിടെ നികത്തി സ്റ്റോർ ചെയ്ത് അവൻ എപ്പോഴും വേണോ അതിനകത്ത് വന്നും പോയിരിക്കുക. കാരണം നീ അവനൊരു ഭീഷണിയാണ്. ഇതിൽ കൂടി കേൾക്കുന്ന സ്തോത്രം പരിശുദ്ധാത്മാവ് പാസ്റ്റേഴ്സിനോട്, പ്രാർത്ഥിക്കുന്നവരോട് പറയുന്നത്, നീ സാത്താൻ ഒരു ഭീഷണിയാണ്. നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ ഉപവാസവും നിൻ്റെ അന്യഭാഷയും സാത്താന് കുടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു ഭീഷണി. ഇയ്യോബിൻ്റെ വേലി പൊളിച്ചപ്പോഴാണ് അവന് ഇയ്യോബിനെ തൊടാൻ പറ്റിയത്. നിങ്ങളത് ഗവനിക്കണം. ഇയ്യോബിൻ്റെ ഡയറക്റ്റ്ലി അവനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. മോബാബി സ്ത്രീകളെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ കയറ്റി വിട്ടപ്പോഴാണ് സാത്താന് ചെയ്യാൻ പറ്റിയത്. എന്നതുപോലെ നിൻ്റെ ചിന്ത, നിൻ്റെ പ്രാർത്ഥന, നിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ എങ്ങനെ തെറ്റിക്കാന്ന് അവൻ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നടക്കും. വചനം പറഞ്ഞെന്താണ്? സൂര്യൻ അസ്തമിക്കുന്നത് വരയ്ക്കും നിൻ്റെ കോപത്തെ നീ എന്ത് ചെയ്യരുത്, വെച്ചുകൊണ്ടിരിക്കരുത്. എഫെസ്യർ വായിച്ചു നോക്കിയാൽ മതി. നിൻ്റെ കോപം, നിൻ്റെ അകത്ത് കിടക്കുന്ന കോപം, പഴയ കാര്യങ്ങൾ, ചതിവ്, നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ ചതിച്ച് കളഞ്ഞു പാസ്റ്റർ, ഞാൻ അവരങ്ങനെയല്ല നോക്കിയിരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങളെല്ലാം നമ്മൾ അപ്പാടെ ഉപേക്ഷിച്ചേ പറ്റും. കാരണം ഒരു പുതിയ അഭിഷേകം നിൻ്റെ മേൽ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഒരു പുതിയ അഭിഷേകം നിൻ്റെ മേലിറങ്ങി, ഒരു പുതിയ അഭിഷേകം നിൻ്റെ മേലിറങ്ങി, ഒരു പുതിയ പ്രാർത്ഥന നിൻ്റെ മേലിറങ്ങി. നീ നിൽക്കുന്നിടത്തുള്ള സാത്താൻ്റെ കോട്ടയെ ഇടിച്ചു പൊട്ടിക്കാൻ പോവുകയാണ്. നീ വിശ്വസിക്കുക, തളർന്നിരിക്കല്ലേ. എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ പ്രാർത്ഥനയിൽ കൈത്താങ്ങാൻ ആരുമില്ല എന്ന് പറഞ്ഞിരിക്കല്ലേ. ഏലിയാവേ, 7000 പേരെ ഞാൻ മാറ്റി നിർത്തി വെച്ചിട്ടുണ്ട്. നമ്മളും അങ്ങനെയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പാസ്റ്ററെ, എൻ്റെ കൂടെ ഒത്തിരി പേരുണ്ടായിരുന്നു പാസ്റ്ററെ. ഞാൻ ഗൾഫിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി ഒക്കെ സമ്പാദിച്ചപ്പോൾ എല്ലാവർക്കും കൊടുത്ത് ഇന്ന് എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ആരുമില്ല. പക്ഷെ അവരെയൊക്കെ കാണുന്നതിന് മുമ്പ് യേശു നിന്നെ കണ്ടു. അവരെ കാണുന്നതിന് മുമ്പ് നിന്നെ കണ്ടു. കണ്ട, പുറത്തിറങ്ങി വാ. ചങ്ങല നിൻ്റെ കയ്യിൽ ധരിക്കുമ്പോൾ നീ നല്ല പ്രാർത്ഥന പ്രാർത്ഥിക്കണം. നീ പൗലോസിനെ നോക്കിയാണ്, അങ്ങനെ ചങ്ങല ധരിക്കുമ്പോഴാണ്
അങ്ങൊരു പുതിയ ലേഖനങ്ങൾ എഴുതുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്ന, നിൻ്റെ ചങ്ങല യേശുവിൻ്റെ നാമത്തിൽ നീ പൊട്ടിച്ചു മാറ്റ. പുതിയ അഭിഷേകത്തിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നീ ഇപ്പോൾ അകത്തിരിക്കുകയാണ്, ഭയന്നും പേടിച്ചും വിറച്ചും, കൂട്ടുകാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് സംസാരിച്ച് ഇത് സംസാരിച്ചു. നോ, നീ എണിക്കേണ്ട സ്ഥലത്ത് നീ എണിക്ക്. പരിശുദ്ധാത്മാവ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവ് ചെയ്യും. നീ നല്ല ഹൃദയത്തിൻ്റെ ഉടമയായാൽ മതി. ഹല്ലേലൂയ. ഈ 2026 അവസാനിക്കുന്നതിന് മുമ്പ് നിൻ്റെ പ്രാർത്ഥനയിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവും പാസ്റ്റേഴ്സ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വലിയൊരു അത്ഭുതം ഉണ്ടാവും. നിങ്ങളുടെ സഭയിൽ നല്ലൊരു വളർച്ച ഉണ്ടാകും. സാത്താൻ നിങ്ങളുടെ പ്രാർത്ഥനയെ ഭയപ്പെടുന്നു. സാത്താൻ നിങ്ങളുടെ വചനധ്യാനത്തെ ഭയപ്പെടുന്നു. എന്തിനധികം സാത്താൻ നിങ്ങളെ ആരാധനയെപ്പോലും പേടിക്കുന്നുണ്ടോ? നീ ദൈവസന്നിധിയിൽ വാ. ഈ വാക്കുകളിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.